Air pollution is one of the main issues at the local and global levels. According to the United Nations, air pollution is the single greatest environmental threat to health in the world. The problem has become so acute that this year, for the first time, World Health Organization Conference on Air Pollution and Health was held in Geneva to find solutions from different countries. Day by day, our world is getting more hotter, and air condition is no longer any luxury. Especially in the Middle East, where the temperature rises up to 45 degrees in summer. All the buildings, shopping malls, factories, apartments need a cooling system in this part of the world. That's where there's a huge potential for the air conditioning industry. My name is Arfaz Iqbal and welcome to the coolest episode of Made in UAE. Once again, good morning, this is Arfaz with you, and yes, Dubai, it's nice weather till now. പക്ഷേ ഇനി പതുക്കെ weather മാറാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ കാണുന്നത്. കാരണം when it rains in Dubai, it means that we're actually shifting from one weather to the next one. So ഇപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു, ഇനി പതുക്കെ മഴയെല്ലാം കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമ്മൾ ചൂടിലേക്ക് മാറും. ഈ ചൂട് സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആണ് നമ്മുടെ എസിയുടെ കാര്യം. പ്രത്യേകിച്ച് വീട്ടിലെ എസിസ് ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട സമയമാണ്. അതേപോലെ നമ്മുടെ കാറിൻ്റെ എസിയും നമ്മൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് ചെയ്യേണ്ട സമയമാണ്. കാരണം ഇറ്റ്സ് നോട്ട് യൂസ് ഫോർ സം ടൈം. അപ്പോൾ കുറച്ച് ഡസ്റ്റ് എല്ലാം ഉണ്ടാവും. We knew what it all looked like. We were looking out on the greatest view. We were raised to take a stand. We were raised to keep an open mind. We believed we'd just sail on through. നമ്മൾ എസിസിനെ കുറിച്ച് പറയുമ്പോൾ, പ്രത്യേകിച്ച് കാർ എ സി, വീട്ടിലെ എസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെയൊക്കെ മനസ്സിൽ ഫസ്റ്റ് വരുന്നൊരു മുഖം എന്ന് പറഞ്ഞാൽ അജ്മാനിൽ ഒരു എ സി ടെക്നീഷ്യനായിട്ട് വന്നു. ഇദ്ദേഹം ഇന്ന് സ്വന്തമായിട്ടൊരു എ സി കമ്പനിയുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മൾ ആക്ച്വലി ആ വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടി പോകാം. Hashim Rahman. He is the managing director and founder of Al Asala Air Conditioning Contracting Company, which is one of the fastest growing air conditioning contracting companies in Ajman and UAE. യുഎയിലുള്ള ജനങ്ങളെ കിടുകിട വിറപ്പിക്കുന്ന പറയാൻ പറ്റില്ല, കിടുകിട തണുപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളൊപ്പം യുഎയിലുള്ളത്. ഹാഷിം ഏകദേശം ഒരു 34 വർഷമായി യുഎയിൽ അല്ലേ? 34 വർഷമായിട്ട് ഈ സെയിം ഒരു ബിസിനസ്സാണ്, എ സി ഫീൽഡാണ്. ചോദിക്കട്ടെ, ഈ 34 വർഷം മുന്നേ ഉള്ള ജേർണി എങ്ങനെ തുടങ്ങിയത്? 34 വർഷം മുമ്പുണ്ടായിരുന്ന നാട്ടിലാണ്. നാട്ടിൽ നിന്ന് ഇവിടത്തേക്ക് വന്നു. അന്ന് 18 വയസ്സ് ആയിരുന്നുള്ളൂ. പഠിച്ചതാണ്, നാട്ടിൽ നിന്ന് പഠിച്ചതാണ് ഇലക്ട്രിക്കൽ ആൻഡ് എയർ കണ്ടീഷനിങ്. അങ്ങനെ വന്ന് പിന്നെ ഇവിടെ ഒരു സ്ഥാപനത്തിൽ ആദ്യമായിട്ടൊരു സ്ഥാപനത്തിനെ പറ്റി എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വന്തമായിട്ടുള്ള തുടങ്ങി ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഈ വന്ന് ഇങ്ങനെ ടെക്നീഷ്യനായിട്ട് ജോലിയിൽ കയറി അപ്പോൾ തന്നെ മനസ്സിലാക്കിയിരുന്നു ഈ ഒരു എ സി ടെക്നീഷ്യൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള, പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു കാലാവസ്ഥ നമുക്കറിയാലോ, എപ്പോഴും ചൂടാണല്ലോ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഏറ്റവും നല്ല ബിസിനസ്സാണ് തുടങ്ങാൻ പറ്റിയെന്ന് ആ സമയത്ത് തന്നെ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ച തൊഴിലാണ് എ സി മെക്കാനിസം. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി അത് സ്വന്തമായിട്ട് തന്നെ തുടങ്ങാൻ വേണ്ടി തന്നെയാണ് ആദ്യം ജ്യേഷ്ഠനുണ്ടായിരുന്നത്. ജ്യേഷ്ഠനാണെന്ന് ഒന്നും തുടങ്ങാൻ വേണ്ടി വന്നത്. പക്ഷെ നമുക്കൊരു എക്സ്പീരിയൻസ് വരാൻ വേണ്ടിയിട്ടാണ് മറ്റു സ്ഥലത്തേക്ക് ഒരു 2-3 മാസം അതിൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടി പോയെന്ന് മാത്രമല്ല, പിന്നൊക്കെ സ്വന്തം തന്നെയാണ് തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ സ്വന്തം തന്നെയാണ് ഇപ്പോൾ ഇത് ചെയ്തത്. എവിടെയും പോയി ജോലി ചെയ്തിട്ടില്ല. പിന്നെ ഈ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സി ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. നമ്മുടെ നാടുമാതിരി ഒരു ഫാനിട്ടിനെ കൊണ്ടോ ജീവിക്കാൻ പറ്റില്ല.
അപ്പോൾ അന്ന് നമ്മൾ ആ ചെറുപ്രായത്തിൽ നമ്മൾ ചിന്തിച്ചെടുത്തു ഇതിവിടെ ഏറ്റവും കൂടുതൽ പിന്നെ സാധ്യതയുള്ള ഒരു മേഖല എയർ കണ്ടീഷൻ ആണെന്നതിൻ്റെ പേരിൽ അങ്ങനെ കയറി ഇവിടെ എത്തിയെന്ന് മാത്രം. LSL AC കോൺട്രാക്ടിങ് AC സംബന്ധമായിട്ട് എല്ലാ വർക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവൻ ചില്ലർ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില്ലർ വർക്ക്, എയർകൂൾഡ് ചില്ലർ, വാട്ടർ കൂൾഡ് ചില്ലർ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ VRF സിസ്റ്റം, DXലെ എല്ലാ കൈൻഡ് ഓഫ് സിസ്റ്റം നമ്മൾ ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് മെയിൻ്റനൻസ് വർക്ക് നമ്മളിന് മോസ്റ്റ്ലി നമ്മളിന് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന യൂണിറ്റ്സ് എല്ലാ വർക്കും മെയിൻ്റനൻസ് വർക്ക് നമ്മളിന് ചെയ്യുന്നുണ്ട്. ഈ 34 വർഷത്തെ ഒരു ജേർണിയിൽ അൽ അസല്ല AC കോൺട്രാക്ടിംഗ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അൽ അസല വന്നിട്ട് 16 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് പല മറ്റുള്ള ലൈസൻസുകളിലൊക്കെ ആയിരുന്നു ഞാൻ തുടങ്ങിയത്. അന്ന് സത്യത്തിൽ അത്ര വലിയ ക്ലിക്കായില്ല. അൽ അസല തുടങ്ങിയ ശേഷം പിന്നെ ക്ലിക്കായി അങ്ങ് വിജയിച്ചു. വലിയ വലിയ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് ലഭിക്കുന്ന എൻക്വയറീസ് അധികം ഹൈ റൈസ് ബിൽഡിങ്ങും ഫാക്ടറീസുമാണ്. എൻക്വയറി ലഭിച്ചാൽ നമ്മൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചും സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുമാണ് ഡിസൈനിങ്ങിലേക്ക് കടക്കുന്നത്. ഡിസൈനിങ് തുടങ്ങുമ്പോൾ നമ്മൾ അധികവും ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നമ്മുടെ എൻക്വയറി പിന്നെ ഫോർവേഡ് ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അന്നത്തെ കാലത്ത് ഇത്രയും എളുപ്പമായിരുന്നില്ലല്ലോ ഒരു സ്ഥാപനം. അന്ന് പിന്നെ സഹോദരനുണ്ടായിരുന്നു, പുള്ളിയാണ് കൊണ്ടുവന്നത് തന്നെ. പിന്നെ ഇത് പഠിക്കാൻ വേണ്ടി നമ്മൾ വേറൊരു സ്ഥലത്ത് ജോലി ഞാൻ പറഞ്ഞല്ലോ. സ്വന്തമായിട്ടുള്ള ബിസിനസ്സാണ് താല്പര്യം. ഞങ്ങളിൽ പെട്ട ആരും തന്നെ മറ്റുള്ളവരുടെ തന്നെ ജോലി ചെയ്യലും അപൂർവമാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എല്ലാവരും ബിസിനസ്സാറാണ്. പല ഇതിലും ഇപ്പോൾ ഖത്തറിലായാലും ഇവിടെ ആയാലും ബിസിനസ് ഉണ്ട്. അജ്മാനിലൊക്കെ ഞാൻ വരുന്ന കാലത്തൊക്കെ ആകെ ഒരു 2-3 റോഡും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ ഈ ഇൻഡസ്ട്രി ഏരിയയിലൊക്കെ തന്നെ ഇപ്പം കാണുന്ന നിങ്ങളുടെ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. നമ്മളൊരിക്കലും ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം വരുമെന്നുള്ളൊരു പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഈ എല്ലാ മാറ്റങ്ങൾക്കും പിന്നിലൊരു എയർ കണ്ടീഷൻ തന്നെ ചിന്തിച്ച് നോക്കിയാൽ ആർക്കും അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇന്ന് ലോകം പുരോഗമിച്ചിരിക്കുന്നത് എവിടെന്നും എന്തും എവിടെ വെച്ച് ചിന്തിക്കണമെങ്കിൽ അവിടെ തണുപ്പ് വേണം. ഒരു ചൂടിലിരുന്നുകൊണ്ട് ആർക്കും ഇന്ന് ചിന്തിക്കാൻ പറ്റും. UAE എസ്റ്റാബ്ലിഷ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വിശ്വാസം, അതേപോലെ തന്നെ നമ്മൾ കമ്പനിക്ക് നൽകുന്ന ഒരു എൻജിനീയറിംഗ് എത്തിക്സ്, അതാണ് ഈ സ്ഥാപനത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ മൂന്ന് കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടാത്തൊരു പോസിറ്റീവ് വൈബാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഈ ഒരു കമ്പനി അൽ അസല എന്ന് പറയുന്ന കമ്പനി എത്ര വർഷമായി തുടങ്ങി? അൽ അസല 16 വർഷമായി. അൽ അസല എന്ന് പറയുന്ന കമ്പനിയുടെ എന്തൊക്കെയാണ് ബേസിക്കലി പ്രോഡക്ട്സ് ഉള്ളത്? അൽ അസലയിൽ 2-3 കമ്പനി ഉണ്ട്. അൽ അസല എയർ കണ്ടീഷൻ കോൺട്രാക്ടിങ് കമ്പനി ഉണ്ട്, അൽ അസല ഡീസൽ ട്രേഡിംഗ് ഉണ്ട്, പിന്നെ ഹനീൻ അൽ അസല ജനറൽ ട്രേഡിംഗ് ഉണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ട്. ഈ AC കോൺട്രാക്ടിങ് കമ്പനിയുടെ എന്തൊക്കെയാണ് ബേസിക്കലി പ്രോഡക്ട്സ്, എന്തൊക്കെ സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ ആദ്യമൊക്കെ മെയിൻ്റനൻസും റിപ്പയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതൊക്കെ നിർത്തിയപ്പോൾ ഞങ്ങൾ കോൺട്രാക്റ്റിങ് മാത്രമാണ്. കോൺട്രാക്റ്റിങ്ങും പിന്നെ ഞങ്ങൾ കൊടുക്കുന്ന വാറണ്ടിയും മറ്റേ ഗ്യാരണ്ടിയൊക്കെ ഉണ്ടല്ലോ, ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഫ്രീ സർവീസും അല്ലാതെ അതിൻ്റെ പിന്നെ. പക്ഷേ ഈ ഒരു വർഷമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ എടുക്കുന്ന ക്ലയൻറ്റിന് ഞാൻ ഏറ്റവും വളരെ വേണ്ടപ്പെട്ട ക്ലയൻറ്റിനാണ് എൻ്റെ വർക്കൊക്കെ. അവർക്ക് ഞാൻ 2-3 വർഷമൊക്കെ വെറുതെ ഫ്രീ ആയിട്ടൊക്കെ ഞാൻ ആളെ വെച്ചിട്ട് സർവീസ് കൊടുക്കും. അത് തന്നെയാണ് അവരുടെ പിന്നീടുള്ള പുതിയ പ്രൊജക്റ്റുകൾ വരുമ്പോൾ നമുക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഞാനെല്ലാം ചെയ്യുന്നതൊക്കെ ഫാക്ടറികളാണ്. ഫാക്ടറി, പള്ളി, പിന്നെ അത്തരം ബിൽഡിങ്സ്, ഇതൊക്കെ ആ വ്യക്തി ഒരു ക്ലയൻറ്റ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം 2 വർഷം കൊണ്ട് അത് ഫിനിഷ് ചെയ്ത്
അടുത്ത ഇതിലേക്ക് ഇറങ്ങും. അപ്പോഴത്തേക്ക് നമ്മൾക്ക് തന്നെ മുൻഗണന ഉണ്ടാകും. കാരണം ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല ക്ലിയറായിട്ട്. എമിറേറ്റിലും നമ്മുടെ സേവനം ലഭ്യമാണ്. മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോർത്തേൺ എമിറേറ്റിലാണ്. നമ്മുടെ വർക്കിൻ്റെ മെയിൻ പോളിസി എന്ന് വെച്ചാലും നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടി വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ വർക്കേഴ്സൊക്കെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഡേക്കിങ്, പിന്നെ റീം, ട്രെയിന്, മിത്സുബിഷി, LG ഇപ്പോൾ ഈ ഇത്തരം ബ്രാൻഡുകൾ നല്ല മെയിനായിട്ടുള്ള എല്ലാ ബ്രാൻഡുകളും നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. AC വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ സാധാരണ ബിൽഡിങ്ങിൽ പോകുമ്പോൾ നമ്മൾ AC ഡക്ട്സ് കാണാറുണ്ട്. നമുക്ക് അപ്പോൾ ഈ ഡക്ട് മാത്രമേ കണ്ടുള്ള ശീലമുള്ളൂ. പിന്നീട് എന്ത് സംഭവിക്കണം നമുക്ക് കോമൺ മാൻ അറിയില്ല. അപ്പോൾ ഈ ഓഫീസസിലെ ACയും അതേപോലെ ഷോപ്പിംഗ് മോളിൽ നിങ്ങൾ വെക്കുന്ന ACയും AC ഡക്ട്സും അതേപോലെ തന്നെ ഫാക്ടറികളിൽ വെക്കുന്നതും അതിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. ഓരോന്നിൻ്റെ ടെമ്പറേച്ചറാണത്. അത് ഇപ്പം ഷോപ്പിംഗ് മാളിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ എല്ലാ ഒരു റൂമിൻ്റെ അകത്ത് ഉണ്ടാകേണ്ടത് വ്യത്യസ്തമാണ്. അതിൽ ആ ടെമ്പറേച്ചർ എല്ലാം ഒരു ഫാക്ടറിയിൽ ഉണ്ടാവുക വ്യത്യാസമായിട്ടുണ്ടാവും. അപ്പം പലയിടത്തും നമ്മളെ കൺസൾട്ടൻറ്റ് നമ്മളോട് പറയും നമുക്ക് ഇത്ര ടെമ്പറേച്ചർ അവിടത്തേക്ക് വേണം. അതിനനുസരിച്ചാണ് ഞങ്ങളത് കാൽക്കുലേഷൻ ചെയ്യുക. നമുക്ക് ഡ്രോയിങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബിൽഡിംഗ് എങ്ങനെയാണോ ആ ഒരു ഫാക്ടറി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഇത് പിന്നെ കാൽക്കുലേഷൻ ചെയ്ത് ഇത്ര ടെമ്പറേച്ചർ ഇന്ന സ്ഥലത്തൊക്കെ വേണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുക. പിന്നെ ഏത് AC വേണം എന്നുള്ളത്, പിന്നെ ഏത് മോഡൽ, അത് അവിടുത്തെ ആ പർട്ടിക്കുലർ ഏരിയ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുക. നമ്മളൊക്കെ പഴയ കമ്പനിയാണ് ഇവിടുത്തെ. ഞാൻ തന്നെ 10-30 വർഷം കഴിഞ്ഞല്ലോ. ഞങ്ങൾ തന്നെ പല ആളുകളിങ്ങനെ പല കമ്പനിക്കാരിലും ഞങ്ങളെപ്പോലത്തെ പല പരിചയക്കാരുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം അറിയുന്ന പല ഇവിടുത്തെ ഫേമസ് കമ്പനികളൊക്കെ ഉണ്ട്. അതല്ലാതെ ഞങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ചില പിള്ളേർ ഇവിടുന്ന് വർക്ക് ചെയ്ത എൻജിനീയേഴ്സും നമ്മളെ പിന്നെ സെയിൽസ് എൻജിനീയർമാരൊക്കെ ഉണ്ട്. ഇവരൊക്കെ പുതിയ കമ്പനികൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് പുതിയതെന്ന് പറഞ്ഞത്. അവർ പോയിട്ട് നമ്മളെക്കാട്ടിയും കുറഞ്ഞിട്ട് വേണമെങ്കിൽ കൊട്ടേഷനൊക്കെ കൊടുത്ത് പാസ്സാക്കിയിട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ ചിലപ്പോഴൊക്കെ അത് പരാജയത്തിലേക്കാണ് പോവുക. നമുക്കതിൻ്റെ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കും. ഈ അൽഅസല AC കോൺട്രാക്ടിങ് കമ്പനി ഇവിടെ ഇപ്പോൾ കുറേ കോമ്പറ്റീഷൻ എന്ന് പറയുമല്ലോ. ബാക്കിയുള്ള കോമ്പറ്റീഷനേക്കാളും നിങ്ങൾ പ്രോമിസ് ചെയ്യുന്ന ഒരു സർവീസ് എന്തായിരിക്കും? എൻ്റെ ജോലിക്കാർ അല്ലെ എൻ്റെ ടെക്നീഷ്യന്മാർ പെർഫെക്റ്റാണ്. അവരൊക്കെ എല്ലാം ഓക്കെയാണ്. എങ്കിലും ഏത് സമയത്തായി കഴിഞ്ഞാലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ഞാൻ തന്നെ പോയിട്ട് അത് സോൾവ് ചെയ്യാനുള്ള ഇത് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ എല്ലാവരും ഇത് പറയുന്നത് ഞാൻ തന്നെ പോയിട്ട് അവർ അത് ചെയ്തിട്ട് അത് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് എന്താണ് കംപ്ലൈൻറ്റ്. അതിനൊരു മടിയില്ല. അല്ലാണ്ട് ഇവിടെ നമ്മൾ ഇരിക്കുക ഏതൊരു കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഇന്നും എൻ്റെ സൈറ്റുകളിൽ ഞാൻ കയറി ഇറങ്ങുന്നു, ഞാൻ നോക്കുന്നു A to Z എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ചെയ്യുന്നത്. അതനുസരിച്ചുകൊണ്ടാണ് നീങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വർക്ക് വരാൻ സാധ്യത. എൻ്റെ ക്ലയൻസ് ഇവിടുത്തത് മെയിനായിട്ട് അജ്മാലിൽ പിന്നെ അൽഫാക്കർ എന്ന് പറഞ്ഞാൽ ഫാക്ടറി ബാക്കോ, IJ വെഞ്ചർ, പിന്നെ ഒരുപാടുണ്ട്. ഈ അറബികളുടെ ഒരുപാട് ബിൽഡിങ്സ് അങ്ങനെ നമുക്ക് വില്ലാസും അൽജസ്മി ബിൽഡിംഗ് കോൺട്രാക്ട് അങ്ങനെയുള്ള ഒരുപാട് കമ്പനി ഉണ്ട്. വർഷമായി ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ വലിയ കമ്പനികളായിട്ടാണ് നമ്മളിവിടെ കോമ്പറ്റീറ്റീവ് ചെയ്തത് മാർക്കറ്റിൽ. പിന്നെ ഇപ്പം വലിയ ടവേഴ്സ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫ്യൂച്ചറിലേക്ക് ഒരുപാട് പ്രൊജക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് ഫ്യൂച്ചറിൽ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ലീഡർഷിപ്പും ആളുടെ സപ്പോർട്ടും പിന്നെ നമ്മുടെ വർക്കേഴ്സിൻ്റെ ഹാർഡ് വർക്കൊക്കെയാണ് നമ്മൾ ഈ പൊസിഷനിൽ എത്തിയത്. അപ്പോൾ ഇത്രയും കൂടുതൽ സ്ഥാപനങ്ങളുണ്ട് ഈ ഒരു പേര് ഈ ഒരു നെയിമിൻ്റെ അണ്ടറിൽ. ഈ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചറിൽ ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇന്ത്യയിലേക്ക് നല്ല
സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിൽ ഇപ്പോൾ കോഴിക്കോട് ചട്ടിക്കുളം എന്ന് പറഞ്ഞ ഭാഗത്ത് ഞാനൊരു ഷോറൂം എടുത്തിട്ടുണ്ട്. ആ ഷോറൂം മെയിനായിട്ട് ഞങ്ങൾ എയർ കണ്ടീഷൻ കോൺട്രാക്റ്റിംഗ് ആണ്, വിത്ത് ഷോറൂമാണ് അവിടെ. അപ്പോൾ അതിന് ഞാൻ ഈ അടുത്ത് പോയിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഒരു 10-15 പേര് അവിടത്തേക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 1-ാം തീയതി ആകുമ്പോഴത്തേക്കും അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അതിനും വീട്ടിലില്ല. குவாலிட்டியை வந்து எக்காரணத்தை கொண்டு நாங்கள் வந்து காம்ப்ரமைஸ் செஞ்சதில்லை. இது வரைக்கும் செஞ்சுட்டுண்டான ஏது ஒர்க்லேயும் எங்களுக்கு இங்கே ப்ராப்ளம் எதுவும் குவாலிட்டி வைஸாയിട്ട് ப்ராப்ளம் எதுவும் வந்துட்டிല്ല. இதுவரைக்கும் நம்மளோட ஒர்க்கு ഈ മാർക്കറ്റിൽ എந்த அளவுக்கு காம்படிஷன் உண்டான ഈ മാർക്കറ്റിൽ നമ്മളുടെ വർക്ക് ഇതുവരെയ്ക്കും സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഫ്യൂച്ചറിലെയും ഞങ്ങളുടെ വർക്ക് മേലും മേലും സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ചെയ്യും. ഒരു കൊയിലാണ്ടിക്കാരനാണല്ലേ? കുടുംബമൊക്കെ നാട്ടിലാണോ? അല്ലല്ല, ഇവിടെ തന്നെ. എല്ലാവരും 3 മക്കളാണ്. 3 മക്കളാണ്. സ്കൂളിലാണ് ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നതൊക്കെ. അവർക്കെല്ലാവർക്കും ഈ AC ടെക്നീഷ്യന്റെ താല്പര്യം ഇപ്പൊ തന്നെ ഉണ്ടോ? ഒരു മോനുണ്ട്, രണ്ടാമത്തെ ആള്. അവനിക്ക് ടെക്നിക്കൽ പരമായിട്ട് കുറച്ച് നമ്മളെ പോലെ തന്നെ. ഞാൻ ചെറുപ്പത്തിൽ ടെക്നിക്കൽ പരമായിട്ട് ഇങ്ങനെ അതും ഇതാക്കി ഇതും തോന്നിട്ടിരിക്കലായിരുന്നു ചെറുപ്പത്തിൽ. ആ ഒരു വാസന അവനിക്കുണ്ട്. മറ്റുള്ള എന്താണെന്ന് അറിയാൻ പറ്റില്ല. അതൊരു ക്യൂരിയോസിറ്റി ആണ്, എങ്ങനെ വർക്ക് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടല്ലേ? ഇപ്പൊ ഓപ്പറേഷൻസ് UAE മാത്രമേ ഉള്ളൂ അതോ GCC കൺട്രീസിൽ? അല്ലല്ല, ഞങ്ങൾ UAE മാത്രമേ ഉള്ളൂ. UAE മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചറിൽ GCC കൺട്രീസിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ? വേറെ രാജ്യങ്ങളിലേക്ക് തന്നെ അങ്ങനെ ഞാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നാട്ടിലേക്കൊക്കെ പോയിട്ട് ഇപ്പോൾ അതൊക്കെ ഒന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാം നമ്മൾ ചെയ്യണ്ടേ? അതിൻ്റെ പേരിലുള്ള ഇവിടെ തന്നെ തിരക്കാണ്. ഇവിടെ നല്ല വർക്കാണ് ഇപ്പോൾ ഉള്ളത്. എല്ലായിടത്തും നല്ല റാസൽഖൈമയിലും അജ്മാനിലൊക്കെ ആയിട്ട് നല്ല വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്ര കുറവ് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത്ര നല്ല തണുത്ത കുറേ വാർത്തകൾ തന്ന ആശിഫ്ക്ക് ഒരു വലിയ താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us at Media. Let your spirit shine. Make sure your AC is always on 24 degrees Celsius. That's the optimum temperature suggested by Electricity and Water Authority. And it can also save some money from your electricity bill. Then the fear will shine.